بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും ക്ഷേമത്തിലും ആക്കട്ടെ എല്ലാവരെയും. നമ്മൾ എടുക്കുന്ന ഖുർആൻ ക്ലാസ് ഇത് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഫലപ്രദമായ ഒരു അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മൾ ഈ ചെയ്യുന്ന ഖുർആൻ ക്ലാസ് അത് എല്ലാ നിലയിലും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലാക്കി തരുവാൻ സദാ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ വീഡിയോ 145 ഇതിൽ 67 ആയത്ത് മുതൽ ഖസസ് സൂറത്തിലെ 67 ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين. فأما من تاب തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയ ആളുകൾ. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിർക്കിലായിട്ട് ഇതുവരെ ജീവിച്ചു, ഇപ്പോൾ അവന് വളരെ ഖേദമുണ്ട് ആ കാര്യത്തിൽ. അങ്ങനെ ശിർക്കിൽ നിന്ന് മടങ്ങി തൗബ ചെയ്തു. തൗബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചെയ്ത തെറ്റുകളെ തൊട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, മേലിൽ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൗബ, അതാണ് തൗബ. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ, ശിർക്കിനെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ. അപ്പോൾ ഈ മുശ്രിക്കീങ്ങളൊക്കെ ശിർക്കുമായിട്ട് കഴിഞ്ഞ ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നാണ് ഈ ശിർക്കിലായിട്ട് ജീവിക്കൽ ശരിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ച് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നുള്ള വിഗ്രഹാരാധനയൊക്കെ ത്യജിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ള, അതിലേക്ക് മടങ്ങണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായ നിലയ്ക്ക് അവൻ തൗബ ചെയ്ത് അതിൽ നിന്ന് മടങ്ങുക. അങ്ങനെ മടങ്ങിയിട്ട് പിന്നെ അവൻ വിശ്വസിക്കുകയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നെ അതിൻ്റേതായ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ തൗബ ചെയ്ത് ശിർക്കിൽ നിന്ന് മടങ്ങി ഈമാനും പിന്നെ സൽക്കർമ്മങ്ങളും ഉള്ളൊരു വ്യക്തിയായി തീർന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 3 കാര്യം: തൗബ ചെയ്ത് ശിർക്കിൽ നിന്ന് മടങ്ങി, പിന്നെ ഈമാനുണ്ടായി, അമൽ സ്വാലിഹാത്തും ചെയ്യുന്നുണ്ട്. സ്വാലിഹായ അമലുകൾ അവൻ പതിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളായി തീർന്നു. അങ്ങനെ ഈ 3 കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യക്കൂന മിനൽ മുഫ്ലിഹീൻ, അവൻ ആവും എന്നത് തീർച്ചയാണ്. അയ്യക്കൂനാമൻ ആവൽ മിനൽ മുഫ്ലിഹീൻ മിനൽ ഫായിസീൻ, വിജയിച്ച ആളുകളിൽ പെട്ടവനാവുക. ആഖിറത്തിൽ മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവർ, അള്ളാഹുവിൻ്റെ സ്വർഗം ലഭ്യമാവുന്ന നിലക്ക് അവൻ വിജയിച്ചു കഴിഞ്ഞു. ഈ 3 കാര്യം ഉണ്ടായാൽ, തൗബ ചെയ്ത് ശിർക്കിൽ നിന്ന് മടങ്ങി, പിന്നെ ഈമാനും അമൽ സ്വാലിഹാത്തും
ഉണ്ട് അവന്. ആ നിലക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. അവൻ ആഖിറത്തിൽ, ദുന്യാവിലും രക്ഷപ്പെട്ടു, ആഖിറത്തിലും രക്ഷപ്പെട്ടു. ആഖിറത്തിൽ അവൻ വിജയിച്ച ആളുകളിൽപ്പെട്ടവനായി, ഫായിസീങ്ങളായി. അവന് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? സ്വർഗമായിരിക്കും. പിന്നെ ഈ അസ എന്നുള്ള വാക്ക് തറജിയാണ്. തറജി എന്ന് പറഞ്ഞാൽ തഹക്കുക്കല്ല, ഉറപ്പില്ല. അങ്ങനെയുള്ളതിനാണ് ഈ അസ ഉപയോഗിക്കുക. അസ അൻ യകൂന എന്ന് പറഞ്ഞാൽ അവനായേക്കാം എന്നാണ്. എന്തായേക്കാം? ഈ യകൂന മിനൽ മുഫ്ലിഹീൻ എന്ന് പറഞ്ഞതിനെ പറ്റി അല്ല ഇപ്പം ഞാൻ പറയുന്നത്. അസ അൻ യകൂന ഭാഷയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അസ അൻ യകൂന ആലിമൻ എന്ന് പറയാം. ഭാഷയിൽ, ലോകത്തിൽ അസ അൻ യകൂന ആലിമൻ, അവൻ ഒരു പണ്ഡിതനായേക്കാം, പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളായേക്കാം അവൻ എന്നുള്ളത് പറയാം. അത് പറയുന്ന ആൾക്ക് അത് വലിയ ഉറപ്പില്ലാത്ത കാര്യം. അതുപോലെയല്ല ഖുർആനിൽ അസ എന്ന വാക്ക് വന്നാൽ ഉറപ്പായിട്ടുണ്ടാവുന്നതാണ്. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ ഈ 3 കാര്യമുള്ളവർ വിജയിച്ചവരാണെന്ന് അല്ലാഹു തആല പറയാം. അള്ളാഹ് പറയുന്നൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വാഴ്ത്താണത്, ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നായതുകൊണ്ട് അതിന് യാതൊരു വിധ വിഘ്നവും വരില്ല. അത് ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ അസ അൻ യകൂന, അവൻ ആകുക തന്നെ ചെയ്യും, മിനൽ മുഫ്ലിഹീൻ, വിജയിച്ചവരിൽ പെട്ടവനാവുക തന്നെ ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ തറജി എന്നുള്ള ആ മാന അസക്കുള്ള മാനയാണ്. അത് ഖുർആനിൽ വന്നതുകൊണ്ട് തഹഖുഖാണ്, മാന ഉറപ്പാണ്. കാരണം അള്ളാഹു റഹീമായ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വായ്തയാണത്, വാഗ്ദത്തമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലാം വിജയം ലഭിച്ചു കഴിഞ്ഞവർ. അപ്പോൾ 67-ാമത്തെ ആയത്താണ് അത്. 68-ാമത്തെ ആയത്ത് റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറതു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. റബ്ബുക, ഈ 68-ാമത്തെ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമാണ്. ഇത് വലീദ് ബിനുൽ മുഗീറത്തിനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ്. വലീദ് ബിനുൽ മുഗീറത്ത് മക്കയിലുള്ള ആളാണ്, മക്കാരനാണ്. അപ്പോൾ മക്കയിലുള്ള വലീദ് ബിനുൽ മുഗീറത്ത് വലിയ ധനാഢ്യനാണ്, വലിയ സ്ഥാനമുള്ള ആളുമാണ്. സാധാരണ പറയാറുണ്ട് വലീദ് ബിനുൽ മുഗീറത്ത് ഖുർആൻ, മുഹമ്മദിന് ആണ് ഖുർആൻ ഇറങ്ങുന്നത്. 2 പട്ടണത്തിലുള്ള, 2 പട്ടണം എന്ന് പറഞ്ഞാൽ മക്കയും തായിഫുമാണ്. 2 പട്ടണത്തിലുള്ള ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയുടെ പേരിൽ ഇറങ്ങിക്കൂടെ ഖുർആൻ? എന്താണ് അങ്ങനെ ആവാത്തത്? അപ്പോൾ മഹാൻ എന്ന് പറഞ്ഞാൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ള ഒരു മനുഷ്യൻ. അതൊന്നും വലീദ് ബിനുൽ മുഗീറത്താണ് മക്കയിലുള്ള. 2 പട്ടണം എന്ന് പറയുന്നത് മക്കയും തായിഫുമാണ്. ഈ മക്കയിലും തായിഫിലുമുള്ള രണ്ടാലൊരു പട്ടണത്തിലുള്ള ഒരു മഹാനായ വ്യക്തിയുടെ പേരിൽ ഇറങ്ങിക്കൂടെ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഒരായത്ത് സുഹ്റഫ് സൂറത്തിൽ, 43-ാമത്തെ സൂറത്താണ് സുഹ്റഫ്. അതിൽ 31-ാമത്തെ ആയത്ത്. എന്താണ് ആ ആയത്ത്? എങ്ങനെ വലീദ് ബിനുൽ മുഗീറത്ത് പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരും പറയാറുണ്ടായിരുന്നു, ഖുറൈശി ആളുകൾ. ഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അലീം. ഖുർആൻ എന്താണ് 2 പട്ടണത്തിലുള്ള ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയുടെ പേരിൽ ഇറങ്ങാത്തത്?
ഒന്നും കൂടി കൂട്ടി പറയുന്നുണ്ട്. ആര്? വലീദുൽ മുഗീറത്ത് തന്നെ. ഖുർആൻ എപ്പോഴും ഇറങ്ങുന്നത് അബൂതാലിബിന്റെ യത്തീമായ മകന്റെ പേരിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. അബൂതാലിബിന്റെ യത്തീമായ മകൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അബൂതാലിബിന്റെ വളർത്തുപുത്രനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഉപ്പ റസൂല് ജനിക്കുന്നതിൻ്റെ മുമ്പേ മരിച്ചുപോയി. ഉമ്മ ജനിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 5-6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു. അപ്പോൾ രക്ഷിതാക്കൾ ആരുമില്ല, ഉപ്പയില്ല ഉമ്മയില്ല. അങ്ങനെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് വല്ലിപ്പയായിരുന്നു, അബ്ദുൽ മുത്തലിബ്. ഉപ്പാടപ്പ അബ്ദുൽ മുത്തലിബും മരിച്ചു. പിന്നെയുള്ള ആള് റസൂലിൻ്റെ മൂത്താപ്പൻ. ഒരു മൂത്താപ്പയാണ് അബൂലഹബ് എന്ന് പറയുന്നത്. അദ്ദേഹം കുപ്രസിദ്ധി ലഭിച്ച ആളാണ്. നബിയെ പരിഹസിക്കലും അനാവശ്യങ്ങൾ പറയാനും ആയിട്ട് നബിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നെ അബൂതാലിബ് ഒരു മൂത്താപ്പയാണ്. ഈ അബൂതാലിബിൻ്റെ സംരക്ഷണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം വരെ കിട്ടിയത്. അബൂതാലിബിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അബൂതാലിബ് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കാൻ വേണ്ടി വളരെയധികം ആവശ്യപ്പെട്ടു. മൂത്താപ്പ വിശ്വസിക്കണം എന്നുള്ള നിലയിൽ അങ്ങേയറ്റത്തെ ദഅവത്ത് നടത്തി. പക്ഷേ മൂത്താപ്പ വിശ്വസിക്കേണ്ടതായില്ല. മൂത്താപ്പ ആണ് റസൂലിന് വിവാഹ കാര്യങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചു വിവാഹം നടത്തിക്കൊടുത്ത ആള് പിന്നെ അബൂതാലിബാണ്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ 40 വയസ്സാവുന്നതിന് മുൻപ് തന്നെ റസൂലിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് നടത്തിയിരുന്ന ആളാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂതാലിബിൻ്റെ നിഴലിൽ ജീവിച്ച കാലമത്രയും ഒരാളുടെയും അക്രമം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം മരണസമയത്ത് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയ്യത്തി ദീന വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീന. ഈ 2 വരി പദ്യം അള്ളാഹുവിനെ തന്നെ സത്യം, മുഹമ്മദിൻ്റെ ദീൻ ഏറ്റവും നല്ല ദീനാണ്. അല്ലാഹു തആല ഇറക്കിയ ദീൻ പിന്നെ പല മതങ്ങളുമുണ്ട്. ആ മതങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദീന് റസൂലിൻ്റെ ദീനുൽ ഇസ്ലാമാണെന്ന് പാടി അതിന് ശേഷമായിട്ട് പറയാണ് വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം. മോനെ, നിൻ്റെ അടുത്തേക്ക് അവർ എത്ര ആൾക്കൂട്ടമുണ്ടെങ്കിലും അവരൊന്നും നിൻ്റെ അടുത്തേക്ക് വരില്ല ദുരുദ്ദേശം വെച്ചിട്ട്. ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീന, ഞാൻ മരിച്ച് ഖബറടക്കപ്പെടുന്നത് വരെ നിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ ആളാണ് അബൂതാലിബ്. ആ അബൂതാലിബിൻ്റെ സംരക്ഷണയിൽ വളരുന്ന ആ കാലത്ത് വലീദ് ബിൻ മുഗീറത്ത് പറയുകയാണ് അബൂതാലിബിൻ്റെ യത്തീമായ മകൻ. പിതാവ് മരിച്ചാലാണ് യത്തീം എന്ന് പറയാം. അപ്പോൾ അബൂതാലിബിൻ്റെ യത്തീമായ മകൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അബൂതാലിബിൻ്റെ വളർത്തുപുത്രൻ ആണ്. അത് അബൂതാലിബിൻ്റെ മകനായിട്ട് അവർ പറയാറുണ്ടായിരുന്നു. ആ ശൈലിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അബൂതാലിബിൻ്റെ വളർത്തുപുത്രനായ അല്ലെങ്കിൽ യത്തീമായ അബൂതാലിബിൻ്റെ മകനിലേക്കല്ലാതെ ഖുർആൻ ഇറങ്ങുന്നില്ല. എന്താ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഫക്കീറായ ഒരു മനുഷ്യനാണല്ലോ, സമ്പത്തില്ല.
പിന്നെ അവരെപ്പോലെ വലിയ ആളാണെന്നുള്ളൊരു ധാരണ റസൂലൊന്നുമില്ല. അങ്ങനെ വലിയ ആളായിട്ട് ശോഭിക്കുന്നുമില്ല. ശോഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ശോഭിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മഹീനി മിസ്കീനം വാമിത്തിനി മിസ്കീന വഷുർനി ഖദം ഫി സുന്നത്തിൽ മസാക്കീൻ എന്ന് നബി സാധാരണ ദുആ ചെയ്യാറുള്ളതാണ്. പഠിച്ചവന് എന്നെ ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ട് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും നാളെ ഈ പാവങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണമേ എന്നുള്ള ദുആ ചെയ്യുന്ന സാധാരണ റസൂൽ ദുആ ചെയ്യാറുള്ളതാണ്. അപ്പോൾ പണമുണ്ടാവുക എന്ന് പറയുന്നത് വലീദ് ബിൻ മുഗൈറത്ത് വലിയ പണക്കാരനാണ്, വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണ്. അതുപോലെ തന്നെ തായിഫിലുള്ള ഇയാൾ എന്താണ് അയാളുടെ പേര്, തായിഫിലുള്ള ഒരാളുള്ളത് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന പേര്. ഇങ്ങനെ 2 പട്ടണം. ഇതാണ് ഖുർആനിൽ പറഞ്ഞ 2 പട്ടണത്തിലുള്ള ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയുടെ പേരിൽ ഇറങ്ങിക്കൂടെ ഖുർആൻ എന്താണ് ഇറക്കാത്തത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ 2 പട്ടണം മക്കയും തായിഫുമാണ്. മക്കയിലുള്ള പ്രധാനപ്പെട്ട വലിയ ആള് വലീദ് ബിൻ മുഗൈറത്താണ്. പിന്നെ തായിഫിലുള്ള വലിയ ആള് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയാണ്. ഇവര് വലിയ സ്ഥാനമാനങ്ങൾ, വലിയ അലീം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള മഹാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുദ്ദേശിച്ചത് അള്ളാൻ്റെ അടുക്കലല്ല. ഇവര് സാധാരണ നാട്ടിൻപുറത്ത് വലിയ ആളാണ്, വലിയ പേരുള്ള ആളാണ്, ധനമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളാണെന്നാണ് വെപ്പ്. ശരിക്കും അലീമ് അല്ലെങ്കിൽ ഉലമാ ഒക്കെ എന്തല്ലയാണ് അള്ളാൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ആളാണ് ഇവിടെ മഹാന് എന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിനുള്ള അത്രേ പേരുള്ളൂ. ഈ പിന്നെ വലീദ് ബിൻ മുഗൈറത്താവട്ടെ മറ്റുള്ളവരാവട്ടെ റസൂലിനെ വളരെ പുച്ഛിച്ചാണല്ലോ എപ്പോഴും അവർ സംസാരിക്കുന്നത്. അപ്പോൾ റസൂലിനോട് ശത്രുത വെച്ചുകൊണ്ട് അവർക്ക് ഖുർആൻ ആരുടെ പേരിൽ ഇറങ്ങിയാലൊന്നുമില്ല. കാരണം റസൂലിൻ്റെ പേരിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ റസൂൽ ഒരു യതീമായൊരു മനുഷ്യനാണ്. പിതാവ് മരണപ്പെട്ടു വളരെ കാലം മുമ്പ് തന്നെ. പിന്നെ ആരൊക്കെ വളർത്തിയിട്ടാണ്. ഇതാണ് അവൻ്റെ നോട്ടം. ആരുടെ വലീദ് ബിൻ മുഗൈറത്തിൻ്റെ നോട്ടവും ചിന്താഗതിയും. ഞാനാണെങ്കിൽ വലിയ ധനാഢ്യനാണ്, എനിക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്, എന്നിട്ട് പിന്നെ മുഹമ്മദിന് ഖുർആൻ ഇറങ്ങി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ്റെ അനുയായികൾ കുറേ ആളുകളുണ്ടല്ലോ, ഖുറൈശികളിൽ പിന്നെ വിഗ്രഹ ആരാധകരായ ആളുകൾ ധാരാളമുണ്ട്. അവരൊക്കെ ചിന്തിക്കുന്നതും അത് തന്നെ. അപ്പോൾ അവർക്ക് റസൂലിനോട് വളരെയധികം വെറുപ്പുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അപ്പോൾ അതാണ് ഈ ആയത്ത് ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പേ ആ വിഷയം അവതരിപ്പിച്ചത്. അതാണ് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുൽ ഖിയറതു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. വറബ്ബുക നിന്റെ രക്ഷിതാവ്, യഖ്ലുഖു അല്ലാഹു സൃഷ്ടിക്കും, അവൻ സൃഷ്ടിക്കും, മായശാവു അവൻ ഉദ്ദേശിച്ചെന്നാണെങ്കിൽ ആദ്യമായി സൃഷ്ടിക്കും. അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആരനെയാണ് റസൂലാക്കേണ്ടത്, പ്രവാചകനാക്കേണ്ടത്, ഖുർആൻ ആർക്കാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്, ഇതൊക്കെ തിരഞ്ഞെടുക്കുവാനും ഒക്കെ അധികാരമുള്ളത് അള്ളാഹുവിനാണ്. മാക്കാന ലഹുമുൽ ഖിയറത്തു, ഈ ഖുറൈശി വിഗ്രഹാരാധകരായ അല്ലെങ്കിൽ മുശ്രിക്കുകളായ ആളുകൾക്ക് അങ്ങനെ ഒരു അധികാരം ആരും കൊടുത്തിട്ടില്ല. മാക്കാന ലഹുമുൽ ഖിയറത്തു, അവർക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹി, അല്ലാഹു പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ ഉന്നതനായിരിക്കുന്നു. അമ്മാ യുശ്രികൂന, അവർ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന്.
അള്ളാഹു വളരെ ഉന്നതനായിരിക്കുന്നു, അതിനതീതനായിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥമാണ് പറഞ്ഞത്. ആശയവും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങാനുള്ള സാഹചര്യങ്ങളും മറ്റും. ഇനി 69-ാമത്തെ ആയത്ത് وَرَبُّكَ يَعْلَمُ مَا تُكِنُّ صُدُورُهُمْ وَمَا يُعْلِنُونَ. വറബ്ബുക നിന്റെ രക്ഷിതാവ് യഅലമു അല്ലാഹു അറിയും മാ തുകിന്നു സുദൂറുഹും അവരുടെ ഹൃദയങ്ങൾ ഒളിച്ചു വെച്ച കാര്യങ്ങളെല്ലാം അല്ലാഹുവിനറിയാം. വമാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കുന്ന കാര്യങ്ങളും. ഇവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് റസൂലിനോടുള്ള ആ ശത്രുത, മുഅ്മിനീങ്ങളോടുള്ള ശത്രുത, അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവര് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങുന്നത് എല്ലായ്പ്പോഴും പിന്നെ അബൂ താലിബിൻ്റെ യത്തീമായ മകന് മാത്രമേ ഖുർആൻ ഇറങ്ങുള്ളൂ, വേറൊരാൾക്ക് ഇറങ്ങില്ല എന്നുള്ളത് വാലീദ് ഇബ്നു മുഗീറത്ത് സദാ പറയുന്ന കാര്യമാണ്. ഇത് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനീങ്ങളോടുമുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് വലീദ് ഇബ്നു മുഗീറത്ത് ചെയ്യുന്നത്. അതാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ. അതാണ് പുറത്തേക്ക് പറയുന്നത് വളരെയധികം ആളുകളുടെ സപ്പോർട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയും. ഇത് അവിടെയുള്ള മുനാഫിക്കുകളുടെ അതേ നിലപാടാണ്. മുനാഫിക്കുകൾ മനസ്സിൽ ഉള്ള കാര്യങ്ങളല്ല പുറത്തു വയ്ക്ക് പറയുക. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ വേണ്ടിയാണ്. ഏതായാലും റസൂലിനെ കുത്തിപ്പറയുക എന്നുള്ളത്, ശത്രുത വെച്ച് സംസാരിക്കുക എന്നുള്ളത്, ഇതൊക്കെ അവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പരിഹസിക്കുക, അതൊക്കെയാണ് പുറത്തേക്ക് പറയുന്നത്. ഉള്ളിൽ അവർക്കുള്ള കുഫിരിയത്താണ് അവരുടെ മനസ്സിലുള്ളതും. അതേപോലെ തന്നെ ശത്രുത, റസൂലിനോടും സഹാബത്തിനോടും മുഅ്മിനീങ്ങളോടുമുള്ള ശത്രുത, ഇതൊക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ റബ്ബുക യഅലമു മാ തുകിന്നു സുദൂറുഹും അവരുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയാം. അവർ പരസ്യമാക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം. അവർ ഒളിപ്പിച്ചു വെച്ചതാവട്ടെ, രഹസ്യമാക്കി വെച്ചതാവട്ടെ, അവർ പരസ്യമാക്കി പറയുന്നതാവട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം. അതനുസരിച്ച് അള്ളാഹു അതൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. 70-ാമത്തെ ആയത്ത് വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. വഹുവല്ലാഹു അവൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലാഹു അല്ലാതെ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായ ഒരു ഇലാഹുമില്ല, ഒരു ദൈവവുമില്ല. ലഹു അവന് മാത്രമാണ് അൽഹംദു എല്ലാ സ്തുതിയും. ഫിൽ ഊലാ ദുനിയാവിലും വഫിൽ ആഖിറത്തി ആഖിറത്തിലും അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹനായി ഒരാളുള്ളൂ. നമ്മളുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഈ അള്ളാഹുവാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. ഇതിനൊരു മാറ്റവുമില്ല. അള്ളാഹുവിനാണ് സർവത്ര ഹംദും. ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ ഒരു ഹംദ് പല ജാതി വരാം. ഒരാളെ സ്തുതിക്കാൻ ഉള്ള കാരണങ്ങൾ പലതാവാം. ഏത് തരം ഹംദാണെങ്കിലും, ചുരുക്കി പറയുകയാണെങ്കിൽ ഏത് തരം ഹംദാണെങ്കിലും, മനുഷ്യനുള്ള സ്തുതിയാണെങ്കിലും, മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിലും, ഏത് നിലയിലുള്ള ഹംദാണെങ്കിലും എല്ലാ തരം ഹംദും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ദുനിയാവിലും ആഖിറത്തിലും ഹംദിൻ്റെ അവകാശി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വലഹു അവന് മാത്രമാണ് അൽ ഹുക്മു വിധിക്കുവാനുള്ള അധികാരം. വഇലൈഹി അവനിലേക്കാണ് തുർജഊന നിങ്ങളെല്ലാവരെയും മടക്കപ്പെടുന്നതും. നിങ്ങൾ എന്ത് തരം
വിധിയാണെങ്കിലും ആ വിധിക്കൊക്കെ അർഹൻ ആരാ? അധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ദുനിയാവിലായാലും ആഖിറത്തിലായാലും വിധിക്കുക. പിന്നെ മരണശേഷം നിങ്ങളെ ഖിയാമത്ത് നാളിൽ യാത്രയാക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അവിടെ അങ്ങനെ യാത്രയാക്കപ്പെടുമ്പോൾ ഓരോരുത്തർക്കും യോജിച്ച അർഹമായ പ്രതിഫലവും ശിക്ഷയും അവിടെ ലഭിക്കും. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രതിഫലം. അല്ല ദോഷമായി ചിന്തിച്ച് പ്രവർത്തിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ ആ കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ച് അള്ളാഹു ശിക്ഷയും കൊടുക്കും. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളായ അബ്ദുകളിൽ നമ്മൾ എല്ലാവരെയും പെടുത്തട്ടെ, അവൻ്റെ സ്വർഗം നമ്മൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 70 ആയത്തുകളാണ്. 70-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. ഈ ആയത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. 71-ാമത്തെ ആയത്ത് മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കഴിയുന്നത്ര ഷെയറും ലൈക്കും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.